കൊണ്ടിടുമ്പോ ആദ്യം വരുന്ന വണ്ടി അങ്ങോട്ട് പോട് ആ പോട്ട് ഇതേ അണ്ണാ ini kini garden. അല്ല ഇത് കൊന്നിട്ട് പിടിക്കാം ഇടാം അപ്പൊ അങ്ങോട്ട് തന്നെ പോകുമല്ലോ അത്രയല്ല മുപ്പ ഈ കൊടി ചേർത്ത് പത്ത് മുപ്പല്ലേ കുടിക്കാണ് എന്ത് കുടിക്കണ്ടേ ആവും പൂറ പൊട്ടി നമസ്തേ. നമസ്തേ. ഈ ഹാർവെസ്റ്റർ മെഷീൻ്റെ ഒരു വിവരം പറയണം. ഇപ്പോൾ ഒരു ഏക്കറയ്ക്ക് എത്ര മണിക്കൂർ വേണം, എന്തെല്ലാം ഈ കർഷകന്മാർ എന്ത് ഒരു പ്രിപ്പറേഷനിൽ വേണം, എങ്ങനെ നിങ്ങൾ അതിൻ്റെ സൗകര്യം നമുക്ക് കൊടുക്കും, എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സ്കീം, എങ്ങനെ ഇതാരെ സ്കീം, ഇത്
ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് മെഷീനറിയാണ്, ജില്ലാ പഞ്ചായത്തിൻ്റെ മെഷീനറിയാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷം 1 മണിക്കൂർ കൊണ്ട് നല്ല നെല്ലാണെങ്കിൽ 1 ഏക്കർ വരെ കൊയ്യാൻ പറ്റും. അത് കണ്ടം നല്ല ഡ്രൈ ആയിരിക്കണം, നെല്ല് നേരെ നിൽക്കുന്ന നെല്ലായിരിക്കണം. നല്ല നെല്ലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ വരെ കൊയ്യാം. പക്ഷേ അതിന് കൂടെ നെല്ല് വീണിട്ടുണ്ടാകും, പന്നി പൊടിയാക്കിയിട്ടുണ്ടാകും, മയിൽ തിന്നത് അങ്ങനെയെല്ലാം ഉണ്ടാവും. അതിനെല്ലാം ആകുമ്പോൾ ടൈം കൂടും. പിന്നെ ചെറിയ ചെറിയ കണ്ടങ്ങളാണെങ്കിലും ടൈം കൂടും. ഇത് വലിയ കണ്ടമായിരിക്കണം, എങ്കിൽ മാത്രമേ 1 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ വരെ കൊയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 2.5 മണിക്കൂറൊക്കെ ആകും 1 ഏക്കർ കൊയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൊയ്ത് മെതിച്ച് പാറ്റി നല്ല നെല്ലാക്കി തരും. ഡെഡ് നെല്ലെല്ലാം കണ്ടത്തിൽ വേസ്റ്റ് ആയിട്ട് പോകും. ഇത് കിട്ടുന്നത് നല്ല നെല്ലായിരിക്കും. അപ്പോൾ പുല്ല് നഷ്ടമില്ല? പുല്ല് കുറച്ച് പൊടിയാവും, പക്ഷെ അതുകൊണ്ടെല്ലാം ട്രാക്ടർ കൂടെ ബെയിലർ വെച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ട് ബെയിലർ ഉപയോഗിച്ച് കെട്ടി നല്ല കെട്ടാക്കി തരാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ആകുമ്പോൾ അത്ര വേസ്റ്റ് ആവില്ല? ഇല്ല. 1 ഏക്കർ കൈ കൊണ്ട് കൊയ്തിട്ട് ആള് തച്ച് പെതിച്ച് പാറ്റി നെല്ല് തരണമെങ്കിൽ ഒരു 15,000 രൂപയോളം ചിലവ് വരും. ഇത് നമുക്ക് മാക്സിമം ഒരു 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ, ഒരു 7,000 രൂപ ഉള്ളിൽ. ഇത് 1 മണിക്കൂറിന് എത്ര? 1 മണിക്കൂറിന് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ റേറ്റ് പ്രകാരം 2,400 അടുത്ത് വരും. അപ്പോൾ ഇത് ഉള്ളത് കാസർഗോഡ്. അപ്പോൾ ഈ മെഷീൻ വരുന്നെങ്ങനെ അതിനെ സ്ഥലത്ത് നമ്മളെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഓഫീസാണ് കാസർഗോഡ്. നമ്പർ പറയോ? നമ്പർ 9847413260. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ശരി ശരി. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ട് ആക്കുന്ന ട്രാൻസ്പോർട്ടിങ് ചാർജ് എല്ലാം പറയുന്നത്. ഓഫീസിൽ 1000 രൂപ റെന്റ്, പിന്നെ ഓപ്പറേറ്റിംഗ് ചാർജ് 350 രൂപ ഓപ്പറേറ്റിംഗ് ചാർജ്. ബാക്കി ഡീസൽ കംപ്ലീറ്റ് ചെലവ് നിങ്ങളാണ്. പക്ഷെ നിങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ടോ അതിന് കണക്കായ ഡീസൽ നിങ്ങൾ കൊണ്ടുവെക്കണം. ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ തന്നെ ഡീസലൊക്കെ അടിച്ചു വരും. ഒരു ആവറേജ് റേറ്റ് എമൗണ്ട് വെച്ച് വാങ്ങിക്കും. താങ്ക് യു. അപ്പോൾ ബുക്കാക്കിയിട്ട് എത്ര ദിവസം വേണം നിങ്ങൾക്ക് വരാൻ? അത് നമ്മളെ ഫീൽഡിൽ ഇപ്പോൾ ബുക്കിംഗ് അവിടെ ഉള്ളതിൻ്റെ അനുസരിച്ച് സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് പോകുന്നതാണ്. ചില സീസൺ ആണെങ്കിൽ കുറേ ബുക്കിംഗ് ഉണ്ടാവും. ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഈ സമയത്തൊക്കെ പണി കുറവാണ്. അഡ്വാൻസ് ബുക്കിംഗ് ആക്കണം. അഡ്വാൻസ് ബുക്കിംഗ് ആക്കണം. ശരി ശരി. പിന്നെ ഞാൻ ഇതിൻ്റെ മോണിറ്ററിങ് നടത്തുന്ന ആളാണ്. ഓപ്പറേറ്റർ ട്രെയിനീസ് ഉണ്ട്. സാറെ പേരെന്താണ്? എൻ്റെ പേര് ಜಯರಾಜ್. ದಿನೇಶ್ ಅಲ್ಲ ನಿಮ್ಮ ಹೆಸರು? ನಮಸ್ಕಾರ. ಈ ಒಂದು ಹಾರ್ವೆಸ್ಟರ್ ಮೆಷಿನನ್ನು ಒಂದು ಈಗ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಆಫೀಸಿನಿಂದ ಕೃಷಿಕರಲ್ಲಿಗೆ ತಲುಪಿಸುವಂಥ ವ್ಯವಸ್ಥೆ ಹೇಡಿ ಆಫೀಸಿಂದ ನಾವು ತಕೊಂಡು ಹೋಗೋದು. ಜಯರಾಜಿನ ಕರಫಲ್ಲಿ ನಾವು ಫಸ್ಟಿಗೆ ವಸಂತಣ್ಣ ಹೇಳುವರು, ಅಲ್ಲಿದು ಮೊದಲಿನ ಡ್ರೈವರು, ಅವರ ಕೇರಫಲ್ಲಿ ನಾವು ಬಂದಿರೋದು ಅಲ್ಲಿಗೆ. ಅದರ ನಂತರ ಈಗ 7-8 ವರ್ಷ ಆಯಿತು ನಾವು ಬರ್ತಾ ಇದ್ದೇವೆ ಕಂಟಿನ್ಯೂ ಆಗಿ. ಈ ಹಾರ್ವೆಸ್ಟರ್ ಮೆಷಿನ್ ಅನ್ನು ನಮ್ಮ ಲಾರಿಯಲ್ಲಿ ಕಂಟಿನ್ಯೂ ಕೃಷಿಕರ ಗದ್ದೆಗಳಿಗೆ ಎಲ್ಲಿದ್ರು ಕೂಡ ನಾವು ತಕೊಂಡು ಹೋಗ್ತೇವೆ. ಅದು ಬೇಕಾದಾಗೆ ಅವರಿಗೆ ಬೇಕಾದಾಗೆ ಸಪೋರ್ಟ್ ಮಾಡಿ ನಾವು ಇದು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಅಲ್ಲಿಂದ ಸ್ವಲ್ಪ ಅಡ್ಜಸ್ಟ್ಮೆಂಟ್ ಅಲ್ಲೆಲ್ಲ ಓಡ್ತಾ ಇದ್ದೇವೆ ಗಾಡಿ. ಹಾಗೆ ಎಷ್ಟು ನಿಮ್ಮ ನಂಬರ್, ಮೊಬೈಲ್ ನಂಬರ್ ಹೇಳಿ? 9447399627. ಸರಿ. ಹಾಗಾದರೆ ಆಫೀಸಲ್ಲಿ ಬುಕ್ ಮಾಡಿದ ಮೇಲೆ ನಿಮ್ಮನ್ನು ಬುಕ್ ಮಾಡಬೇಕು ಬೇಡ, ನಮ್ಮದು ಇದರ ಡ್ರೈವರ್ ಹತ್ರ ಹೇಳಿದರೆ ಸಾಕು, ಅವರಿಗೆ ಗೊತ್ತಿರ್ತದೆ ನಮ್ಮ ನಂಬರ್ ಅವರಿಗೆ ಗೊತ್ತಿದೆ. ಸೊ ಬೇರೆ ಏನು ಜಾಗ್ರತೆ ಬೇಕು ಈ ಮಿಷನ್ ತರಲಿಕ್ಕೆ? ಜಾಗ್ರತೆ ಬೇಕು. ಜಾಗ್ರತೆ ಅಂದರೆ ಇದು ಹತ್ತಿಸೋದು ಇಳಿಸೋದು ಸ್ವಲ್ಪ ಕಷ್ಟದ ವಿಷಯ. ಮತ್ತು ಯಾರಾದರೂ ನಿಮ್ಮ ಅಲ್ಲಿ ಜನ ಇರಬೇಕು. ಹಾಗೆ ನಾವು ಇದು ಮಾಡಿ ತಗೊಂಡು ಹೋಗ್ತೇವೆ. ಸರಿ, ಥ್ಯಾಂಕ್ಸ್. ಆಯಿತು.